Welcome to the journey through the Bible books. Today we are taking lesson number 41, the book of Daniel, part 1. Let us meditate the book of Daniel. Praise God. Welcome to the journey through the Bible books. ഇന്ന് നമ്മൾ എടുക്കുന്നത് 41-ാമത്തെ ലെസണാണ് ദാനിയേലിൻ്റെ പുസ്തകം. ദാനിയേലിൻ്റെ പുസ്തകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ സൺഡേ സ്കൂളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിംഹക്കുഴിയിൽ ദാനിയേലിനെ ഇട്ടു, ദൈവം വിടുവിച്ചതായ കാര്യം. അതുപോലെ തന്നെ ശദ്രക്ക് മേശക് അബേദ്നെഗോ എന്നീ 3 ബാലന്മാരെ തീയിൽ നിന്നും വിടുവിച്ചതായ കഥ. പ്രധാനമായിട്ട് ഈ 2 കഥകളാണ് ദാനിയേലിൽ നിന്നും നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കാറുള്ളത്. എന്നാൽ അതിനപ്പുറത്തായിട്ട് പലപ്പോഴും നമ്മൾ പഠിക്കുന്നതിന് ശ്രമിക്കാറില്ല. എന്നാൽ നമ്മൾ ഈ ബുക്കിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദാനിയേൽ എന്ന പ്രവാചകനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു, ദാനിയേലിനെ എങ്ങനെ ദൈവം സഹായിച്ചു, എന്തിനു വേണ്ടിയാണ് ദാനിയേലിനെ ദൈവം അവിടേക്ക് അയച്ചത്, എന്താണ് ദൈവം അവനിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തത്, ആർക്കു വേണ്ടിയാണ് വെളിപ്പെടുത്തി കൊടുത്തത് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, ദാനിയേൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ടാണല്ലോ ബാബിലോണിൽ വർക്ക് ചെയ്തത്, പിന്നെ എങ്ങനെയാണ് ഒരു പ്രവാചകനായിട്ട് അവൻ വർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത് എന്ന്. എന്നാൽ ദാനിയേലിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഏത് നിലയിലായിരുന്നാലും, ഏത് പൊസിഷനിലായിരുന്നാലും, ഏത് ഉന്നതമായ നിലവാരത്തിൽ ജോലി ചെയ്തിരുന്നാലും, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നതിൽ നമ്മൾ ഉത്സുകരായിരിക്കണം. അതിനുവേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായ ഒരു ബുക്കാണ് ഈ ദാനിയേലിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. എന്നാണ് ഈ ദാനിയേൽ ജീവിച്ചിരുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ ഒക്കെ പഠിക്കുകയുണ്ടായി. യെശയ്യാവിൻ്റെ പുസ്തകത്തിലും യിരെമ്യാവിൻ്റെ പുസ്തകത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും ഒക്കെ പ്രവാസകാലത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അങ്ങനെ ആ പ്രവാസം ആരംഭിക്കുമ്പോൾ തന്നെ, ആ പ്രവാസത്തിൻ്റെ ആരംഭകാലത്തിൽ തന്നെ യെരുശലേമിൽ നിന്നും ബാബിലോണിലേക്ക് കൊണ്ടുവന്നതായ ചില ബാലകന്മാരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് ഈ ദാനിയേൽ എന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെ എന്തിനു വേണ്ടിയാണ് ഇത്ര നല്ല ബാലകന്മാരെ ദൈവം ഈ ബാബിലോണിലേക്ക് അയച്ചത്? അവരെ രക്ഷിക്കാമായിരുന്നല്ലോ എന്നുള്ളതായ ചോദ്യം ചിലപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം. എന്നാൽ സർവശക്തനായ ദൈവം, എല്ലാറ്റിൻ്റെ മേലും അറിവുള്ളവനായ കർത്താവ്, അതിലും ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ദാനിയേലിനെ ദൈവം ഇസ്രായേൽ ജനങ്ങളോടൊപ്പം യെരുശലേമിൽ നിന്നും പ്രവാസികളുടെ കൂട്ടത്തിൽ ഈ ബാബിലോണിലേക്ക് അയച്ചപ്പോൾ അവരെ വിട്ടുകളയാതെ, ഇസ്രായേൽ മക്കൾ പിന്മാറ്റത്തിലായി പാപം ചെയ്തു എങ്കിൽ തന്നെയും അവരോടുള്ള കരുണ കാണിക്കുവാൻ വേണ്ടി ദാനിയേലിനെ ഒരു നല്ല പൊസിഷനിലാക്കി, അവന് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും അതോടൊപ്പം തന്നെ നല്ല സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നതായ അനുഗ്രഹങ്ങളെയൊക്കെ നൽകിക്കൊണ്ട് ഈ ജനങ്ങളുടെ മധ്യത്തിൽ അവനെ ആക്കിയത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. പുറകോട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ യിരെമ്യാവിൻ്റെ പുസ്തകങ്ങൾ ഒക്കെ പഠിക്കുമ്പോൾ 70 വർഷം കൊണ്ട് നിങ്ങളുടെ ക്യാപ്റ്റിവിറ്റി തീരും, നിങ്ങളുടെ പ്രവാസകാലം അവസാനിക്കും എന്ന് ദാനിയേൽ വചനത്തിൽ കൂടെ മനസ്സിലാക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ
കോരേശ് രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്ന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് ജനങ്ങളെ വിട്ടയക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചതായ ഒരു പാത്രമാണ് ഈ ദാനിയേൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഈ ദാനിയേൽ എന്ന ദൈവഭക്തനായ മനുഷ്യനും അവൻ്റെ കൂട്ടുകാരായ ശന്ദ്രക്ക്, മേശക്ക്, അവേന്ദ്രകോ എന്നിവരുടെ കാര്യങ്ങളും പ്രത്യേകാൽ ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ബിംബങ്ങളുടെ നാടായ ബാബിലോണിലേക്ക് ജനങ്ങളെ വിട്ടപ്പോൾ അവിടെയുള്ളതായ നെബൂഖദ്നേസർ രാജാവും അവിടെയുള്ളതായ ജനങ്ങളും ജാതീയ വംശത്തിൽപ്പെട്ടവരാണ്. ജീവിക്കുന്നതായ ദൈവത്തെ അല്ലെങ്കിൽ ശ്രേഷ്ഠാവായ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ളതായ ആ പാരമ്പര്യമോ അല്ലെങ്കിൽ അതിനുള്ളതായ പ്രാക്ടീസോ അതിനുള്ളതായ അറിവോ അവർക്ക് ഇല്ലാഞ്ഞതുകൊണ്ട് അവരെ കൂടെ ഈ ദൈവത്തിൻ്റെ ആ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ്, ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവാണ്, ഈ സകല കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന കർത്താവാണ്, സകല ദേവന്മാരിലും വലിയവനാണ് യഹോവ ഇസ്രായേലിൻ്റെ ദൈവം എന്ന് നെബൂഖദ്നേസറിനെയും കൂടെയുള്ളതായ അവിടെ ബാബിലോണ്യരെയും വ്യക്തമായും തെളിവായും മനസ്സിലാക്കുവാൻ വേണ്ടി കൂടെയാണ് ശന്ദ്രക്കിനെയും മേശക്കിനെയും അബേന്ദ്രേകിനെയും ഒക്കെ തൻ്റെ ഭക്തന്മാരായിട്ടും ഈ തീച്ചുളകളുടെ മധ്യത്തിൽ കൂടി കടത്തിവിട്ടത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആ ദർശനം ഓരോ രാജ്യത്തും കാണിക്കുക, കൊടുക്കുക, അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രസാദമുള്ളതായ ഒരു കാര്യമാണ്, അവൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ദാനിയേലിനെയും കൂട്ടുകാരായിട്ടുള്ളതായ ബാലന്മാരെയും കൂടെ രാജകുമാരന്മാരെയും ഒക്കെ ഈ ബാബേലിലേക്ക് ദൈവം അയച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാനിയേലിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവൻ കേവലം ഒരു അടിമയായിട്ടാണ് യെരുശലേമിൽ നിന്നും അവനെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയത് എന്ന് നമ്മൾക്ക് കാണാം. എന്നാൽ അവന് ദിവ്യമായ ദർശനം ഉണ്ടായിരുന്നു. അതോടെ തന്നെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിനുള്ളതായ വരവും ആ കൃപയും ദൈവം അവന് കൊടുത്തു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ബൈബിളിൽ നമുക്ക് മറ്റൊരാളെയും കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിൽ നിന്നും അടിമയായിട്ട് പോയ അല്ലെങ്കിൽ അയക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ജോസഫ് എന്ന് പറയുന്നത്. അവനും ഇങ്ങനെയുള്ളതായ സ്വപ്ന വ്യാഖ്യാനങ്ങളും അവൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണുകയും ദർശനങ്ങൾ കാണുകയും അങ്ങനെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുകയും ഉന്നതമായ നിലവാരത്തിൽ അവിടെ ഭരണകൂടത്തിൽ, അതായത് ഈജിപ്തിൽ ഭരണകൂടത്തിൽ എത്തിച്ചേരുകയും ചെയ്തതായ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവനും ഒരു പ്രവാചകനായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അവനാണ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ഈ ഈജിപ്തിൽ നിന്നും നമ്മുടെ സ്വന്തം നാടായ കനാനിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ കൂടെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ അടക്കണം എന്ന് പറയുമ്പോൾ അതൊരു പ്രാവചനിക വിഷയമാണ്. അങ്ങനെ ഒരു പ്രവാചകനായിരുന്നു. നിങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട് എന്ന് നേരത്തെ കൂട്ടി ഇസ്രായേൽ ജനങ്ങളെയും സഹോദരന്മാരെയും അറിയിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തതായ ജോസഫും ഈ ദാനിയേലും ഏകദേശം ഒരേ നിരയിൽപ്പെട്ടവരാണ്. അടിമകളായിരുന്ന അവരെ ഉന്നതമായ നിലവാരത്തിൽ ദൈവം എത്തിച്ചേർക്കുകയും അവർക്കാവശ്യമായ ദർശനങ്ങളും സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിനുള്ളതായ വരങ്ങളുമൊക്കെ നൽകി അവരെ പ്രവാചകന്മാരാക്കി തീർത്തു എന്ന് നമ്മൾക്ക് ഈ രണ്ട് പുസ്തകങ്ങളിലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും ഈ ദാനിയേൽ ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് എന്താണ്? പല പ്രൂഫുകളും ഉണ്ട്.
പലവിധമായ പ്രോപ്പസികളും ദാനിയേൽ കൂടെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ ഏറ്റവും വലിയതായിട്ടുള്ളതായ ഒരു സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ സാക്ഷ്യം പറഞ്ഞു. ദാനിയേൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24:15 അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദാനിയേലിനെ കുറിച്ച് ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ വളരെ നിശ്ചയം ഉള്ളതായ, അല്ലെങ്കിൽ ആ വചനം തന്നെയായിരുന്ന യേശു ക്രിസ്തു പറയുകയാണ്, ദാനിയേൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. പഴയ നിയമത്തിലെ വെളിപ്പാട് എന്നാണ് ഈ ദാനിയേൽ പുസ്തകത്തെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ നിയമത്തിൽ ഒരു വെളിപ്പാട് പുസ്തകമുണ്ട്. അത് യോഹന്നാനാണ് ആ പുസ്തകത്തിലുള്ളതായ കാര്യങ്ങൾ കണ്ടതും കേട്ടതും എഴുതി വെച്ചതും അറിയിച്ചതും. എന്നാൽ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ളതായ വെളിപ്പാടുകൾ വളരെ അസാധാരണവും വളരെ ദുർലഭവുമാണ്. എന്നാൽ ദാനിയേൽ എന്ന ദൈവം മനുഷ്യന്, ദൈവത്തിൻ്റെ പ്രിയ പുരുഷൻ എന്ന് പേര് പറഞ്ഞതായ ഈ ദാനിയേലിന് പഴയ നിയമത്തിൽ തന്നെ ഈ പുതിയ നിയമത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെപ്പറ്റി പോലും വലിയ വെളിപ്പാടുകൾ കിട്ടിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഈ ദാനിയേൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠനായ ഒരാളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ 12 അധ്യായങ്ങൾ ഉള്ളതായിട്ട് നമ്മൾക്ക് കാണാം. സാധാരണയായിട്ട് ഞാൻ ഓരോ ബുക്കും ഓരോ പാഠങ്ങളായിട്ട് ചുരുക്കിയാണ് പറയാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ 12 അധ്യായങ്ങളിലെ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പാഠത്തിൽ തീർക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ട് പാർട്ട് 1, പാർട്ട് 2 എന്ന് 2 പാഠങ്ങളായിട്ടാണ് ഇതിനെ എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പുസ്തകത്തിൻ്റെ വിഭജനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദാനിയേലിൻ്റെ വ്യക്തിപരമായ ചരിത്രമാണ്. എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്തൊക്കെയാണ് സംഭവിച്ചത്, രാജകൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയുള്ളതായ സ്വീകരണമായിരുന്നു മുതലായ കാര്യങ്ങൾ ഒക്കെ ദാനിയേലിനെ കുറിച്ച് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 2 മുതൽ 7 വരെയുള്ളതായ അധ്യായങ്ങൾ നമ്മൾക്ക് കാണുന്നത് ജാതീയ ലോകങ്ങൾ പ്രവചന ദൃഷ്ടിയിൽ വെളിപ്പെടുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പഴയ നിയമത്തിലെ ബാബിലോൺ മുതൽ പല രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ എംപയേഴ്സ് ഇവിടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രവചനമായിട്ട് മുൻകൂട്ടി അവയെക്കുറിച്ചൊക്കെ ദാനിയേൽ പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് ഇതെല്ലാം നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് 2 മുതൽ 7 വരെയുള്ളതായ അധ്യായങ്ങളാണ്. എന്നാൽ 8 മുതൽ 12 വരെയുള്ളതായ അധ്യായങ്ങളിൽ ഒടുവിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാവി പ്രവചന ദൃഷ്ടിയിലാണ് ഇസ്രായേലിനെ ഇവിടെ വരച്ച് കാട്ടിയിരിക്കുന്നത്. ഇസ്രായേൽ എങ്ങനെ രക്ഷിക്കപ്പെടും, ഇസ്രായേലിൻ്റെ രക്ഷ എങ്ങനെയാണ്, ഇത് നമ്മുടെ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരും, അവിടെ ദൈവം രാജ്യം സ്ഥാപിക്കും മുതലായ കാര്യങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തോട് ചേർന്ന് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് യോജിപ്പുള്ള പുസ്തകമായിട്ട് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വെളിപ്പാടും ദാനിയേലിൻ്റെ പുസ്തകം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളുടെ ഇന്നത്തെ പഠനമെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ കൂടെ മാത്രം കടന്നുപോയി ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ ദൈവം ഓരോ സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ബാബേൽ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എസക്കിയേൽ പ്രവാചകനെ അവിടേക്ക് അയച്ചു. അവൻ ഖേബാർ നദീതീരത്ത് നിന്നുകൊണ്ട് പാർത്തുകൊണ്ട് അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ഇടയിൽ
ഈ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നതായിട്ടാണ് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചത്. എസെക്കിയേലിൻ്റെ ജീവിതത്തിലും ഇതുപോലെ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചും സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും ഇസ്രായേലിൻ്റെ വിടുവിതലിനെക്കുറിച്ചും ഒക്കെ ഉള്ളതായ വെളിപ്പാടും ദർശനമൊക്കെ ദൈവം നൽകി കൊടുക്കുകയും അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും എഴുതി വയ്ക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ എസെക്കിയേൽ ഖേബാർ നദീതീരത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഈ ദാനിയേലിനെ ദൈവം രാജകൊട്ടാരത്തിൽ ദർശനങ്ങൾ കൊടുത്ത് ഈവൻ നെബൂഖദ്നേസർ രാജാവിനെ പോലും കൺവിൻസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാനും ജനങ്ങൾക്ക് ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒരു വെളിപ്പാടും ദർശനവും കൊടുക്കുവാനും അവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവസാന നാളുകൾ വരെ ജീവിപ്പാനും ഈ ദാനിയേലിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇനി നമ്മൾക്ക് 1-ാമത്തെ അധ്യായം മുതൽ ഓരോ അധ്യായങ്ങൾ നോക്കി നമ്മൾക്ക് മുൻപോട്ട് പോകുന്നതിനുള്ളതായ സമയങ്ങളാണ്. 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിലേക്ക് കടന്നു ചെന്നിട്ട് തൻ്റെ രാജധാനിയിൽ ശുശ്രൂഷിപ്പാനായിട്ട് കുറേ പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ബാബേലിലേക്ക് കൊണ്ടുപോയി അവിടെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. അപ്പോൾ രാജധാനിയിൽ ശുശ്രൂഷിപ്പാൻ ഏറ്റവും പരിചയമുള്ളവരെ, അവിടെ രാജധാനിയിൽ ജീവിച്ച് പരിചയമുള്ളവരെ, ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ചില ബാലന്മാരെ ഇവിടെ ബാബിലോണിലേക്ക് കൊണ്ടുവരുന്ന കൂട്ടത്തിലാണ് ഈ ദാനിയേലിനെയും അവിടെയൊക്കെ കൊണ്ടുവരുന്നത്. നമ്മൾക്ക് വേഗം ഒരു സ്പീഡ് റീഡിങ്ങായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ആദ്യമായിട്ട് അവരുടെ ഭാഷ അവരെ പഠിപ്പിക്കുന്നു. കൽദയരുടെ വിദ്യയും ഭാഷയും അവരെ അഭ്യസിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലോകക്കാർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭാഷയ്ക്കും ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവിടെയുള്ളതായ വിദ്യകൾക്കൊക്കെ നമ്മുടെ കൾച്ചറിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ യഹൂദ്യയിൽ ജനിച്ചു വളർന്ന, യെരുശലേമിൽ ജനിച്ചു വളർന്നതായ ഈ ദാനിയേലിനെയും കൂട്ടുകാരെയും ഈ കൽദയരാക്കി മാറ്റുക എന്നുള്ളതാണ് രാജാവിൻ്റെ ലക്ഷ്യം. അങ്ങനെയാക്കി അവരിൽ ഒരാളാക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ളതായ ശ്രമമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. രാജാവ് കുടിക്കുന്നതായ വീഞ്ഞിൽ നിന്നും അവന് കൊടുക്കണം, അങ്ങനെ പരിചയിക്കണം എന്ന് കൽപ്പന കൊടുത്തതായിട്ട് നമുക്ക് കാണുന്നു. എന്നാൽ വീഞ്ഞും മദ്യമൊക്കെ വർജിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നതായ ഒരു കൂട്ടം ബാലകന്മാരായിരുന്നു അവർ രാജാവിൻ്റെ പരിചാരകന്മാരോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് അത് കഴിക്കാനായിട്ട് സാധ്യമാകുകയില്ല, ഞങ്ങൾക്ക് ഈ വെജിറ്റബിൾ ആഹാരം തന്നാൽ മതി, മറ്റാഹാരം ഒന്നും വേണ്ട, നിങ്ങൾ കുറേ എന്നെ പരീക്ഷിച്ച് നോക്ക്, 10 ദിവസം കഴിയുമ്പോൾ മറ്റുള്ള ആൾക്കാരെക്കാളൊക്കെ ആരോഗ്യവും സൗന്ദര്യമുള്ളവരായിട്ട് ഞാൻ കാണും, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അങ്ങനെ കാക്കും എന്നുള്ള വിശ്വാസത്തോട് പറയുകയും അങ്ങനെ അവരെ അതിൽ നിന്നും എക്സ്ക്യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഈ ശാഖാപദാർത്ഥങ്ങൾ ഒക്കെ കഴിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് അവിടെ അനുവദിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ ശത്രുവിൻ്റെ മറ്റൊരു അടവാണ് പേര് മാറ്റുക എന്നുള്ളത്. ഇവിടെ ഈ കൽദയ രാജ്യത്തേക്ക് ചെന്നപ്പോൾ അവരുടെ പേര് ആദ്യമായിട്ട് 3 പേരുടെയും പേരുകൾ മാറ്റി. ഒരു വിധത്തിൽ പറഞ്ഞാൽ കൽദയ ദേശത്തുള്ള ദേവന്മാരുടെ പേരോട് ചേർത്തുള്ള പേരുകൾ ഒക്കെയാണ് അവിടെ ഇട്ടത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്
ദാനിയേലിന് 7-ാമത്തെ വാക്യം, ദാനിയേലിന് അവൻ ബെൽത്സസർ എന്നും. അപ്പോൾ ഈ പുസ്തകത്തിൽ പലപ്പോഴും ബെൽത്സസർ എന്ന് വിളിക്കുന്നത് ദാനിയേലിനെയാണ്. എന്നാൽ ഈ നെബൂഖദ്നേസറിൻ്റെ രാജാവിനും അതിനോടടുത്ത് ചേർന്നുള്ളതായ ബെൽത്സസർ എന്നുള്ളതായ ഒരു പേരുണ്ട്. അതിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ദാനിയേലിന് അവൻ ബെൽത്സസർ എന്നും, ഹനന്യാവിന് ശന്ദ്രക് എന്നും, മിശായേലിന് മേശക് എന്നും, അസരിയാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടയാകരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. അപ്പോൾ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണമെന്നുള്ളത് അവൻ്റെ വലിയ ഒരാഗ്രഹമായിരുന്നു, ദൃഢനിശ്ചയമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകമാകിയാൽ ദാനിയേൽ തൻ്റെ ജീവിതം എഴുതുമ്പോൾ തൻ്റെ വ്യക്തമായ കാര്യം എഴുതുകയാണ്. ദാനിയേൽ അങ്ങനെ നിശ്ചയിച്ചു, ദാനിയേലിന് അങ്ങനെ ദൈവം സാധിപ്പിച്ചു. ഒരു കാര്യം ഇവിടെ ഓർക്കുവാനായിട്ടുള്ളത്, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. നമ്മൾ ചില വിഷമസന്ധികളിൽ ആയിരിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർവൈസേഴ്സായിട്ടോ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നമ്മളെ സഹായിപ്പാൻ കഴിവുള്ളവർക്ക് നമ്മളോട് കരുണ തോന്നിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും എന്നുള്ളതിന് ഒരു പാഠമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ മുൻപോട്ട് പോകാം. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. എങ്ങനെയാണ് ഇവർ വിവേകിയായി തീർന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു എന്നാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധി കുറവാണ് എങ്കിൽ അല്ലെങ്കിൽ ജ്ഞാനം കുറവാണ് എങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് ചോദിച്ചാൽ അത് നൽകിത്തരാമെന്ന് വചനത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് കാണുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരുവത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഫത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കുക, അവൻ നമ്മൾക്ക് ജ്ഞാനം നൽകിത്തരും എന്നുള്ളതായ കാര്യം. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു എന്നുള്ളതായ കാര്യം. അതുപോലെ തന്നെ മോശ സമാഗമന കൂടാരം പണിയുന്നതായ സമയത്ത്, അതിനെക്കുറിച്ചുള്ള യാതൊരു ഐഡിയയും ഇല്ലാതിരുന്നതായ സമയത്ത് അവിടെയുള്ള 2 പേർക്ക് പ്രത്യേകാൽ ദൈവം ബുദ്ധിയും ജ്ഞാനവും ഒക്കെ കൊടുത്ത് ആ കാര്യങ്ങൾ ശരിയായി പണിയുന്നതിന് അവരെ ദൈവം സഹായിച്ചു എന്നുള്ളത് അവിടെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ 1-ാം അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദാനിയേലോ കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു എന്നാണ് കാണുന്നത്. കോരേശ് രാജാവ് പിന്നീടാണ് വരുന്നത്. അന്ന് വരെ താൻ ഓഫീസ് ജോലിയിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് നല്ല ഒരു ഹൈ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ഭരണാധികാരിയായിട്ട് ജീവിച്ചു എന്നാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അത് വേറൊരു കാര്യമുണ്ട്. കോരേശ് രാജാവിൻ്റെ 1-ാം വർഷം വരെ ഒരു ഒഫീഷ്യലായിട്ട് ജീവിച്ചു, എന്നാൽ അവിടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 10-ന്റെ 1-ൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: പാർസി രാജാവായ കോരേശിൻ്റെ 3-ാം ആണ്ടിൽ ബെൽത്സസർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ 3-ാമത്തെ വർഷവും ദാനിയേൽ അവിടെയുണ്ട്. അവിടെ താൻ വയസ്സ് ചെന്ന് ഏകദേശം 90 വയസ്സുകൾ ഒക്കെ പ്രായം ആയി എന്നാണ് നമുക്ക് ഊഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരു ടീനേജേഴ്സ് പ്രായത്തിലാണ്
ഈ യെരുശലേമിൽ നിന്നും തങ്ങളെ പിടിച്ചുകൊണ്ട് പോയത്. പിന്നീട് 70 വർഷം കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ പ്രവാസത്തിൽ നിന്നും അതൊഴിയുമ്പോൾ അവരെ തിരിച്ച് ഇസ്രായേലിനെ വീണ്ടും യെരുശലേമിലേക്ക് വിടുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടും ദാനിയേൽ അവിടെ ജീവിച്ചിരുന്നു. ആ സമയത്തുള്ളതായ കാര്യമാണ് ഇവിടെ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പാർസി രാജാവായ കോരേശിൻ്റെ 3-ാം ആണ്ടിൽ ബെൽസസർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ആ വെളിപ്പാടിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പിന്നീട് പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് പരിചയമുള്ളതായ ഒരു സ്റ്റോറിയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. എന്നാൽ സ്വപ്നവും മറന്നുപോയി, അതിൻ്റെ അർത്ഥവും തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ വലിയ ഒരു വിഷമസന്ധിയിൽ കഴിഞ്ഞുകൂടുന്നതായ ഈ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ രാജ്യത്തുള്ള സകല മന്ത്രവാദികളെയും ശകുനവാദികളെയും എല്ലാവരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, പക്ഷെങ്കിൽ ഞാൻ മറന്നുപോയി. നിങ്ങൾ എന്നോട് സ്വപ്നം പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. അപ്പോൾ എല്ലാവരും കൂടെ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഇല്ല. രാജാവ് വളരെ വിഷമം പിടിച്ചതായ ഒരു ചോദ്യമാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഞങ്ങളെ വിഷമത്തിൽ ആക്കരുത് എന്ന് പറയുന്നു. എന്നാൽ രാജാവ് വളരെ കോപിഷ്ഠനായിട്ട് പറയുകയാണ്, നിങ്ങളിത് ചെയ്തില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കഷണം കഷണമായിട്ട് മുറിച്ച് കളയും, നിങ്ങളുടെ വീടുകളെയെല്ലാം കുപ്പക്കൊന്നാക്കി തീർക്കും എന്നുള്ളതായ കോപിഷ്ഠനായ രാജാവിനെയാണ് അവിടെ കാണുന്നത്. ദാനിയേൽ തൻ്റെ യജമാനോട് പറയുകയാണ്, ഇങ്ങനെയൊരു സംഭവം ഞാൻ കേട്ടല്ലോ, ഇങ്ങനെയൊരു പ്രശ്നത്തിലാണല്ലോ, ഒരു കാര്യം ചെയ്യ്, രാജാവിനോട് പറ, എനിക്ക് കുറച്ച് സമയം തരിക, ഞാൻ സ്വപ്നവും അർത്ഥവും അറിയിക്കാം എന്നുള്ളതായ ഉറപ്പ് കൊടുക്കുകയും അതിനുശേഷമായിട്ട് താൻ ചെയ്യുന്നതായ ഒരു കാര്യമുണ്ട്. 2-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. 17-ാമത്തെ അധ്യായം മുതൽ വായിക്കാം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ വിഷമം പിടിച്ചതായ ഒരു കാര്യമാണ് രാജാവ് ചോദിച്ചത്. രാജാവ് കണ്ടതായ സ്വപ്നം മറന്നു, ആ സ്വപ്നം പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. എന്നാൽ ദാനിയേൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്തതായ ഒരു കാര്യം, തൻ്റെ 3 കൂട്ടുകാരെയും വിളിച്ചു. അപ്പോൾ പറഞ്ഞു, നമ്മളുടെ ജീവിതം അപകടത്തിലാകാതെ ഇരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എന്നോട് ചേർന്ന് ഏക മനസ്സോടുകൂടെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇത് സാധിപ്പിച്ച് തരും എന്നുള്ളതായ ഒരു പ്രാർത്ഥന മനുഷ്യൻ്റെ ജീവിതമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് 19-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ആദ്യം തന്നെ ദാനിയേൽ എന്താണ് ചെയ്യുന്നത്? ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്, ദൈവത്തിൻ്റെ നാമം എന്നുവന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയിക്കുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ഈ വിഷയത്തോടനുബന്ധിച്ച് ദാനിയേലിൻ്റെ വിശ്വാസം കുറേ കൂടെ വർദ്ധിക്കുകയാണ്. ഒന്നുകൂടെ തൻ്റെ ആ വിശ്വാസം അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. താൻ ആദ്യമായിട്ട് ദൈവത്തിന് സ്തുതി പറയുകയാണ്, ദൈവത്തിനെല്ലാം മഹത്വവും പറയുകയാണ്. തൻ്റെ കഴിവ് കൊണ്ടോ പുകഴ്ച കൊണ്ടോ അല്ല ഇത് വെളിപ്പെട്ട് കിട്ടിയത്, എന്നാൽ ദൈവം അവന് നൽകി കൊടുത്തു. ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, അവനാണ് ബുദ്ധിയും ജ്ഞാനവുമൊക്കെ കൊടുക്കുന്നത്. 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു.
അപ്പോൾ അഗാധമായ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അറിയിക്കും. കാരണം അവനാണ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. അവൻ്റെ കൃപ, അവൻ്റെ ജ്ഞാനം നമ്മളോടുകൂടെ ഉണ്ട് എങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഈ 31 വാക്യം കാണുമ്പോൾ നമുക്ക് എന്താണ് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? രാജാവ് കണ്ട ദർശനമോ, അവിടെ രാജാവ് കണ്ടതായ സ്വപ്നത്തെക്കുറിച്ച് രാജാവിൻ്റെ അടുക്കൽ പറയുകയാണ്. ഇങ്ങനെയാണ്: രാജാവ് കണ്ട ദർശനമോ, വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷമുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാലിൻ്റെ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിൽ ഒക്കെയും നിറഞ്ഞു എന്ന് ഉള്ളതായ ആ സ്വപ്നം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഉണർത്തിച്ച് പറയുന്നതായ കാര്യമാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാനിയേൽ ഈ സ്വപ്നം പറഞ്ഞതിന് ശേഷമായിട്ട് തുടർന്ന് ഇതിൻ്റെ അർത്ഥവും കൂടെ മനസ്സിലാക്കി രാജാവിന് കൊടുക്കുന്നതായിട്ടാണ് തുടർന്നുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 36 വാക്യം അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് നമ്മൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഇതത്രേ സ്വപ്നം, അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം. രാജാവെ, തിരുമനസ് കൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ കയ്യിൽ ഇതെല്ലാം തന്ന ഒരു മഹാരാജാവാക്കി തന്നിരിക്കുകയാണ്. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കി ഇരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് കൊണ്ട് തന്നെ. അപ്പോൾ ആ ബിംബത്തിൻ്റെ തലയെന്ന് പറയുന്നത് പൊന്നുകൊണ്ടുള്ളതാണ്. അത് തിരുമനസ്സാണ്. നെബൂഖദ്നേസർ രാജാവിനെ ഉദ്ദേശിച്ചാണ് ആ തല പൊന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജാവും സർവ്വഭൂമിയിലും വഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും എന്ന് അവിടെ കാണുന്നു. 4-മത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറേ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നതുപോലെ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും കലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരും. എങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല എന്നാണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥമായിട്ട് ഇവിടെ ദാനിയേൽ രാജാവിനെ അറിയിക്കുന്നത്. ഇത്രയും വായിച്ചപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ബിംബത്തിൻ്റെ തല സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ തങ്കം കൊണ്ടുണ്ടാക്കിയതാണ്. അത് ബാബിലോൺ എംപയറിനെ കുറിക്കുന്നതാണ്. അത് നെബൂഖദ്നേസർ രാജാവിനെ കുറിക്കുന്നതാണ്. അവന് എല്ലാവിധമായ മഹത്വവും രാജാവ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അവനും ഈ കല്ല് വരുമ്പോൾ തകർന്നു പോകും എന്നുള്ളതായ ചിത്രമാണ് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്.
രണ്ടാമത്തെ എംപയർ എന്ന് പറയുന്നത് നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു രാജ്യത്വമാണ് അവിടെ നമുക്ക് കാണുന്നത്. ഈ ബാബിലോൺ സാമ്രാജ്യത്തിനു ശേഷമായിട്ട് കടന്നു വന്നതായ സാമ്രാജ്യം മേദ്യ പാർഷ്യൻ എംപയറാണ്. മേദ്യരും പേർഷ്യൻസും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതായ ഒരു എംപയറാണ് അവിടെ മേദ്യ പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ എംപയർ, അതും തകർന്നു പോകും. അതിന് ശേഷമായിട്ട് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി കടന്നു വരും മൂന്നാമതായിട്ട്. അതായത് ഈ ബിംബത്തിൽ കണ്ടതായ വയറും അരയും താമ്രം കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഗ്രീക്ക് എംപയറിനെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വയറും അരയും താമ്രം കൊണ്ടുണ്ടാക്കിയതായ ആ ഭാഗം ഗ്രീക്ക് എംപയറാണ്. ഈ മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തിന് ശേഷമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഗ്രീസിൽ നിന്നും കടന്നു വന്ന് സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കേവലം 35 വയസ്സോളം പ്രായമുള്ളപ്പോൾ താൻ പെട്ടെന്ന് ന്യൂമോണിയായിട്ട് യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു പോയി. അതിന് ശേഷമായിട്ട് തന്നോടുകൂടെ വർക്ക് ചെയ്യുന്ന 4 കേണൽസാണ് അല്ലെങ്കിൽ പട്ടാള മേധാവികൾ ഈ സാമ്രാജ്യം 4ആയിട്ട് വിഭജിച്ചു എന്ന് നമ്മൾക്ക് അവൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് ശേഷമായിട്ട് അലക്സാണ്ടറിൻ്റെ ഈ സാമ്രാജ്യത്തിന് ശേഷം അല്ലെങ്കിൽ ഗ്രീക്ക് എംപയറിൻ്റെ ശേഷമായിട്ട് കടന്നു വരുന്നത് ഈ ബിംബത്തിൻ്റെ തുടഭാഗമാണ്, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതായ ആ ഭാഗം. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റോമൻസാണ്. പിന്നീട് റോമൻസ് അവിടേക്ക് കടന്നു വന്നു. ഈ അലക്സാണ്ടറിൻ്റെയും തുടർന്നുള്ളതായ ആൾക്കാരുടെയൊക്കെ കയ്യിൽ നിന്നും സാമ്രാജ്യം പിടിച്ചെടുത്തു. റോമൻസ് അന്ന് മുതൽ സാമ്രാജ്യം ഏറ്റെടുത്തതായിട്ട് കാണുന്നു. അങ്ങനെ ഇരുമ്പ് പോലെ വളരെ ശക്തമായിട്ട് എല്ലാവരെയും ചവിട്ടി മെതിച്ച് അരിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെ മേലും ആധിപത്യം നേടിയതായ ഒരു സാമ്രാജ്യമാണ് ഈ റോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. എന്നാൽ അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാൽപാതി ഇരുമ്പ് കൊണ്ട് കളിമണ്ണ് കൊണ്ട് അത് ഉണ്ടാക്കിയേക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പല രാജാക്കന്മാരവിടെ കൂടുന്നു. ഈ റോമൻ സാമ്രാജ്യത്തിന് ശേഷമായിട്ട് ഈ രാജാക്കന്മാരൊക്കെ പദവികളൊക്കെ ഒഴിയുന്നു. ഡെമോക്രസിയൊക്കെ പല രാജ്യങ്ങളിലും കടന്നു വരുന്നു. അങ്ങനെ തമ്മിൽ യോജിക്കാതെയും യോജിച്ചും ഒക്കെ കൊണ്ടുപോകുന്നതായ ഒരു ഭരണകൂടം അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളാണ് പിന്നീട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആറാമത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ സമയത്ത് കൈ തൊടാതെയുള്ളതായ ഒരു കല്ല് കടന്നു വന്ന് ഈ ബിംബത്തെ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കും, ദൈവരാജ്യം സ്ഥാപിക്കും എന്നുള്ളതാണ് ഈ ബിംബത്തിൽ നിന്നും ഈ ദാനിയേൽ രാജാവിനെ പഠിപ്പിച്ചതായ പാഠം ഈ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത്. നമ്മൾക്കും അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾക്കും സകല ജാതികൾക്കും ഒരു വെളിപ്പാട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ സാമ്രാജ്യങ്ങൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് മാറിപ്പോകും, എന്നാൽ ഒരിക്കലും മാറാത്തതായ ദൈവത്തിൻ്റെ സാമ്രാജ്യം ഇവിടെ ഉടലെടുക്കും. അതിനുവേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ദൈവം ഈ ദർശനം നെബൂഖദ്നേസറിന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾക്ക് കാണുന്നതായ ഒരു സത്യമുണ്ട്. ഈ ബാബിലോൺ എന്ന് പറയുന്നത് ബിംബങ്ങളുടെ നാടാണ്. ഇസ്രായേൽ മക്കൾ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു അവരുടെ യെരുശലേം ദേവാലയത്തിൽ. ആ പാപം ദൈവത്തിന് സഹിക്കുവാൻ വയ്യായിരുന്നു. അതുകൊണ്ട് കോപിച്ച് ആ ബിംബങ്ങളുടെ നാടായ ഈ ബാബിലോണിലേക്ക് അവരെ അയച്ചു. ഇവിടേക്ക് ബാബിലോണിലേക്ക് കടന്നു വന്നപ്പോൾ ബിംബങ്ങളുടെ കഥകൾ തന്നെയാണ് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു ബിംബത്തിൻ്റെ സ്വപ്നം കാണുന്നു. അതുപോലെ തന്നെ നെബൂഖദ്നേസർ രാജാവ് മറ്റൊരു ബിംബം ഉണ്ടാക്കുന്നു. അങ്ങനെ ബിംബങ്ങളുടെ നാടായ ഈ രാജ്യത്ത് ഒരു യഥാർത്ഥമായി സകലത്തെയും സൃഷ്ടിച്ചവനും ഈ ബിംബങ്ങൾ പോലെ കഴിവില്ലാത്തതും കേൾക്കാൻ കഴിവില്ലാത്തതും സംസാരിപ്പാൻ കഴിവില്ലാത്തതും പ്രവർത്തിപ്പാൻ കഴിവില്ലാത്തതുമായ ദൈവമല്ല, ജീവിക്കുന്ന ദൈവം യഹോവ ജീവനുള്ള ദൈവമാണ്. സകലത്തെയും ഉണ്ടാക്കിയ ദൈവമാണ്, കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്, ബുദ്ധിയും ജ്ഞാനവും കൊടുക്കുന്നതായ ദൈവമാണ് എന്ന്
വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് ഈ ദാനിയേലിനെയൊക്കെ ഇവിടേക്ക് അയച്ചത്. അതുപോലെ ജാതീയ രാജ്യമായിരുന്ന ബാബിലോണിൽ ഈ സത്യം ഒന്ന് വെളിപ്പെടുത്തണം, ഈ ദൈവത്തെ ഒന്ന് ഉയർത്തി കാണിക്കണം, ഈ നെബൂഖദ്നേസർ രാജാവിനെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഈ കാര്യങ്ങൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ മനസ്സിൽ തൻ്റെ കിടക്കയിൽ വെച്ച് തന്നെ ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നാൽ ഇത്രയുമൊക്കെ വെളിപ്പാട് കൊടുത്തിട്ടും നെബൂഖദ്നേസർ മാനസാന്തരപ്പെട്ടില്ല എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സോവറിനിറ്റി, സർവാധിപത്യം മനസ്സിലാക്കുന്നതിനോ അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനോ ഈ നെബൂഖദ്നേസർ തയ്യാറായില്ല. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വീണ്ടും ശിക്ഷകൾ വരുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 60 മുഴം ഉയരമുള്ള ഒരു ബിംബത്തെ ഈ നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയിട്ട് സകല ജനങ്ങളോടും പറയുകയാണ്, ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം. നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരു ബിംബം തന്നെയാണ് അത്. അതിനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും നമസ്കരിക്കണം. ആരെങ്കിലും നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വീണ, തമ്പുരു മുതലായ വാദ്യഘോഷങ്ങളൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ എല്ലാം ആ ബിംബത്തിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നു. എന്നാൽ 3 ബാലന്മാർ, ശന്ദ്രക്, മേശക്, അബേദ്നെഗോ ഉള്ളതായ 3 ബാലന്മാർ ആ ബിംബത്തെ നമസ്കരിക്കാതെ അവർ സ്റ്റഡിയായിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിക്കും എന്നുള്ളതായ വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ ഭയരഹിതരായിട്ട് അവിടെ നിൽക്കുന്ന ചരിത്രമാണ് അവിടെ നമ്മളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾക്ക് ഈ കഥ വളരെ ഫെമിലിയറാണ്. ഈ അഗ്നിക്ക് 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുന്നു. ഇവരെ എടുത്തുകൊണ്ട് പോയി അവിടേക്ക് ഇടുവാനായിട്ട് കൽപ്പിക്കുന്നു. ഇവരെ എടുത്തുകൊണ്ട് പോകുന്നതായ ആൾക്കാർ ആ അഗ്നി അവരെ ദഹിപ്പിച്ച് കളഞ്ഞായിട്ട് കാണുന്നു. എന്നാൽ ഈ ശന്ദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 ബാലന്മാരെ തീയിൽക്കകത്തേക്ക് ഇട്ടുവെങ്കിൽ തന്നെയും അവരുടെ വസ്ത്രമോ അവരുടെ ചെരുപ്പോ യാതൊരു വിധമായ തലമുടിയോ വെന്തു പോകാതെ, തീയുടെ മണം പോലും ഏൽക്കാതെ, കാരണമെന്ത്? തീയെ ഉണ്ടാക്കിയവൻ കൽപ്പിച്ചു. ആ തീയെ ആ സ്രഷ്ടാവിൻ്റെ വാക്ക് അനുസരിച്ചു അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് അവർക്ക് യാതൊരു വിധമായ പ്രശ്നവും ഇല്ലാതെ അവരെ ഭദ്രമായിട്ട് ആ തീയിൽ കാത്തു എന്നുള്ളതായ ആ വലിയ സത്യം ഈ നെബൂഖദ്നേസർ രാജാവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം ആ സമയം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, അവർ വലിയ ഒരു പരിശോധനാ വേളയിൽ കൂടെയാണ് ഈ 3 ബാലകന്മാർ കടന്നുപോയത്. നമ്മളുടെയും ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായ പല സന്ദർഭങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വന്നേക്കാം. രോഗം സൗഖ്യമാക്കാത്തത്, അതുപോലെ തന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാത്തത്, നിൻ്റെ പ്രാർത്ഥന എന്താണ് കേൾക്കാത്തത്, നിനക്കെന്താണ് വഴി തുറക്കാത്തത് എന്നൊക്കെ ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രു ചോദിക്കുമ്പോൾ ദൈവത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം നമ്മൾ ഈ ബാലന്മാരെ പോലെ ധൈര്യവും ഉറപ്പും ദൃഢനിശ്ചയവും ഉള്ളവരായിരിക്കണമെന്നാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 3 പേരെ തീയിലിട്ടു. നാലാമനായ ദൈവപുത്രനും അവരോട് കൂടെ ആ തീയിൽ കാണുവാനായിട്ട് നെബൂഖദ്നേസറിന് സാധിച്ചു. അപ്പോൾ നമ്മളുടെയും ജീവിതത്തിൽ തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകയില്ല. 4-മനായ കർത്താവ് നമ്മോട് കൂടെ നടക്കും. നമ്മൾക്ക് തനിയെ നടക്കാൻ പാടില്ലാത്തതായ സന്ദർഭങ്ങളിൽ നമ്മളെ കൈകളിൽ വഹിക്കുന്ന 4-മനായ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതായ ആ വിശ്വാസവും ധൈര്യവും നമ്മളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അവരുടെ ജീവിതത്തിൽ ആ ചലഞ്ച് വന്നപ്പോൾ അവരുടെ വാക്കുകൾ പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ്. ശന്ദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 ബാലന്മാർ രാജാവിനോട് പറഞ്ഞു, രാജാവേ,
ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ ഈ തീയിൽ നിന്നും വിടുവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ല എങ്കിലും രാജാവ് പറയുന്നതായ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ബിംബാരാധികളായി മരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ജീവിക്കുന്ന ദൈവത്തെ സേവിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുക, മരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചായി എടുത്തുകൊണ്ട് നമ്മളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അവിടെയും വീണ്ടും ബിംബത്തെ ഉണ്ടാക്കിയതായ ഒരു നെബൂഖദ്നേസർ രാജാവ്, ഇത്രയും ഒക്കെ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ളതായ അനുഭവങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടായിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ഈ നെബൂഖദ്നേസർ രാജാവ് മാനസാന്തരപ്പെട്ടില്ല എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ചാപ്റ്റർ 4 നമ്മൾക്ക് കടന്നു വരാം. അവിടെ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു വൃക്ഷത്തിൻ്റെ ദർശനമാണ്. നെബൂഖദ്നേസർ രാജാവിനെ ദൈവം ഒരു വൃക്ഷത്തിൻ്റെ ഒരു ദർശനം കാണിക്കുകയാണ്. അതൊരു വലിയ വൃക്ഷത്തിൻ്റെ ദർശനം, അതങ്ങ് വെട്ടിക്കളയുന്നതായ ഒരു ദർശനം. എല്ലാ കൊമ്പും തണലും എല്ലാം വെട്ടി മാറ്റുന്നതായ കാര്യമാണ് അവിടെ അവൻ കാണുന്നത്. ആ വൻ വൃക്ഷം അങ്ങനെ എല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കുറ്റി മാത്രം ശേഷിക്കുന്നു. എന്നിട്ട് 7 കാലം അല്ലെങ്കിൽ 7 വർഷം മനുഷ്യ സ്വഭാവം മാറി മൃഗമായി തീരുന്നതായ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4:19 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അപ്പോൾ ബെൽത്സസർ എന്നും പേരുള്ള ദാനിയേൽ കുറേ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി ഈ ബെൽത്സസർ എന്നു പേരുള്ളതായ ദാനിയേൽ സ്വപ്നങ്ങൾ കാണുന്നവനാണ്, സ്വപ്നങ്ങൾ വിവരിക്കുന്നവനാണ്, ദർശനങ്ങൾ ഉള്ളവനാണ്. അവനെ കൊണ്ടുവന്നിട്ട് ഈ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചാൽ എന്നോട് പറയും എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവൻ ചോദിക്കുകയാണ്. ദാനിയേൽ ഈ സ്വപ്നം കേട്ടപ്പോഴത്തേന് അവൻ വളരെ പരവശനായി തീർന്നു, ഭയപരവശനായി തീർന്നു. കാരണം എന്താണ്? അവൻ്റെ യജമാനനായ നെബൂഖദ്നേസർ രാജാവിനെക്കുറിച്ചാണ് ഈ സ്വപ്നം അവൻ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾക്ക് ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 19-ാം അധ്യായം ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? യജമാനനെ സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിൻ്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ഇതൊരു ശുഭകരമായ ഒരു സ്വപ്നമല്ല. ഇത് തിരുമനസ്സിലെ രാജാവിന് ഭവിക്കാതെ ഇരിക്കട്ടെ, രാജാവിൻ്റെ ശത്രുക്കൾക്ക് ഭവിക്കട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും നീ എന്നോട് സത്യം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിവരിക്കുകയാണ്. എന്താണ് 20-ാമത്തെ വാക്യം? വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തും കാണാവുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടമുണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവേ വർദ്ധിച്ച് ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെയാണ്. അപ്പോൾ ആ വലിയ വൃക്ഷം, കൊമ്പുകൾ, ഇലകൾ, ബലങ്ങൾ, അതിൻ്റെ ചുവട്ടിൽ നാനാവിധി മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം അഭയം തേടിയുന്ന ഇതാ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. രാജാവ് തനിയെ ശേഷിച്ചിരിക്കുന്നു. ഇനിയുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അവിടെ പറയുന്നത്, തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ച ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ച കളവിന്, എങ്കിലും അതിൻ്റെ തായ്വേർ വയലിലെ ഇളമ്പുലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടുകൂടെ ഭൂമിയിൽ ആക്കി വച്ചേക്കുവേൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ, അവന് 7 കാലം കഴിയുന്നത് വരെ അവൻ്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ. രാജാവേ, അതിൻ്റെ അർത്ഥം ഇതാകുന്നു. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന്. എൻ്റെ യജമാനായ രാജാവിൻ്റെ മേൽ വരുന്ന അത്യുന്നതനായ യവൻ്റെ വിധി ഇത് തന്നെയാണ്. എൻ്റെ രാജാവായ യജമാനൻ
നെബൂഖദ്നേസർ രാജാവേ, നിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ വിധി ഇതാ വന്നിരിക്കുകയാണ്. എന്താണ് ആ വിധി? തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ല് തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുമെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം തികയും എന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ രാജാവിനോട് നേരിട്ട് നല്ല ഭാഷയിൽ പറയുകയാണ്, രാജാവേ, അത്യുന്നതനായ ദൈവം രാജാവിൻ്റെ അല്ലെങ്കിൽ തിരുമേനിയുടെ രാജ്യത്വം മാറ്റുന്നു. എന്നിട്ട് നിന്നെ ഒരു പുല്ല് തിന്നുന്ന കാളയെപ്പോലെ ഒരു മൃഗസ്വഭാവത്തോടുകൂടെ മനുഷ്യ സ്വഭാവം എടുത്തു മാറ്റി കാട്ടിലേക്ക് നീ തന്നെ പോകുന്നതായ സംഭവം ഇതാ വരുന്നു. നീ 7 കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സമ്മർ എന്ന് പറഞ്ഞാൽ 7 വർഷക്കാലം ആ മഞ്ഞ് നനഞ്ഞ് കാളയെപ്പോലെ പുല്ല് തിന്നുന്നതായ ഒരു കാലം ഇതാ വരുന്നു. 7 വർഷക്കാലം നിനക്കങ്ങനെ സംഭവിക്കുവാൻ പോവുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷമായിട്ട് ദാനിയേൽ ഒരു ഉപാധി പറഞ്ഞു കൊടുക്കുകയാണ്. നീ മാനസാന്തരപ്പെട്ടാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷ പ്രാപിച്ചേക്കും എന്നുള്ളതായ ഉപാധിയാണ് പറയുന്നത്. ആകയാൽ രാജാവേ, എൻ്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദകരമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും. അപ്പോൾ നീ മാനസാന്തരപ്പെട്ട് നിൻ്റെ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് നല്ല പാതയിൽ നടന്നാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കുവാനായിട്ട് ഒരു പക്ഷേ സാധിച്ചേക്കും. എന്നാൽ അവനങ്ങനെ ചെയ്തതായിട്ടോ അതങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തതായിട്ടോ നമ്മൾ കാണുന്നില്ല. എന്നാൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു സംഭവമാണ്. 29-ാമത്തെ വാക്യം, 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവൻ ഉലാവിക്കൊണ്ട് നിഗളിച്ച്, മഹതിയാം ബാബിലോൺ, ഞാൻ ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് തുടങ്ങി എന്ന് പറഞ്ഞാൽ വീണ്ടും 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 അങ്ങനെ അഹങ്കാരത്തോടുകൂടെ നിഗളിച്ച് പറഞ്ഞ് തുടങ്ങി. നിഗളമെന്ന് പറയുന്നത് വീഴ്ചയുടെ ആരംഭമാണ് എന്ന് പല ഭാഗങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ ലൂസിഫർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രധാന ദൂതനായിരുന്നു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതെന്ന് നമ്മൾക്ക് നേരത്തെ പഠിച്ചതാണ് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ. അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം എന്ന് പറയുന്നത് നിഗളമായിരുന്നു. നിഗളം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ എൻ്റെ സിംഹാസനം വയ്ക്കുകയാണ് എന്നുള്ളതായ നിഗളം വന്നപ്പോൾ തന്നെ അവനെ വെട്ടി താഴെയിട്ടതായിട്ട് കാണുന്നു. ഇവിടെയും ഈ നെബൂഖദ്നേസർ രാജാവ് ഹൃദയത്തിൽ നിഗളിച്ച് ഞാനുണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ് നിഗളിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവനെ ഇതാ ഒരു കൽപ്പന, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഉടൻ തന്നെ, സഡൻലി, ദൈവത്തിൻ്റെ വചനത്തിൽ പലപ്പോഴും ഉടൻ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവർത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതുവരെ ഒരു മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്നവൻ ഇതാ ആ മനുഷ്യത്വം അവനിൽ നിന്നും നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവനൊരു മൃഗമായിട്ട് തീരുകയാണ്.
അവനെ മനുഷ്യരുടെ ഇടയിൽ നീക്കിക്കളഞ്ഞു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാളയെന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണു ഉയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. അവൻ തിരികെ രാജകൊട്ടാരത്തിലേക്ക് 7 വർഷം കഴിഞ്ഞതിന് ശേഷമായിട്ട് മടങ്ങി വന്നു എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ മനുഷ്യരായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. മനുഷ്യരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ്. തൻ്റെ സാദൃശ്യത്തോടും സ്വരൂപത്തോടും കൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ കുരങ്ങിൽ നിന്നുണ്ടായതാണ്, എനിക്കൊരു സൃഷ്ടികർത്താവില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നതായ ശിക്ഷ നമ്മൾ ഓർത്തുകൊള്ളണം. ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ മനുഷ്യത്വം അവരിൽ നിന്നും എടുത്തു കളഞ്ഞാൽ കേവലം മൃഗമായിട്ട് തീരുന്ന അവസ്ഥയാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇവിടെ അതാണ് നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഇനിയും 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം. അവിടെ നമുക്ക് കാണുന്നത് ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലം കഴിഞ്ഞു. അതിന് ശേഷമായിട്ട് അവൻ്റെ മകൻ രാജാവാകുകയാണ്. അവൻ്റെ മകൻ്റെ പേര് 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ബെൽസസർ രാജാവ് എന്നാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ദാനിയേലിൻ്റെ അവർ കൊടുത്തതായ പേരും കൽദയ രാജ്യത്തുള്ളതായ പേരും ബെൽസസർ എന്നുള്ള ഒരു സിമിലറായിട്ടുള്ളതായ ഒരു പേരാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. ഇവിടെ നെബൂഖദ്നേസർ രാജാവിൻ്റെ മകനായ ബെൽസസർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വിരുന്ന് കഴിക്കുന്നതായ സംഭവമാണ് ഇവിടെ അടുത്ത സംഭവം എഴുതിയിരിക്കുന്നത്. ആ വിരുന്നൊരുക്കി അവരെ കാണുക വീഞ്ഞു കുടിച്ചു. ബെൽസസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരുശലേമിലെ ദേവാലയത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞ് കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരൽ പുറപ്പെട്ട വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പ് അഴിഞ്ഞ കാൽമുട്ടുകൾ ആടിപ്പോയി. രാജാവ് ഉറക്കെ നിലവിളിച്ചു. ആഭിചാരകന്മാരെയും കൽദയരെയും ശകനവാദികളെയും കൊണ്ടുവരുന്നേൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട് ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച അർത്ഥം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അവർക്കാർക്കും അത് വായിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ദൈവത്തിൻ്റെ ആലയത്തിലുള്ളതായ പാത്രങ്ങളെ അശുദ്ധമായി സൂക്ഷിച്ചതിനാൽ ഒരു ശിക്ഷയാണ് ഇവിടെ ഈ ബെൽസസർ രാജാവിന് ദൈവം കൊടുക്കുന്നത്. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ ഭിത്തിമേൽ എഴുതിയതായ ഒരു എഴുത്താണ് കാണുന്നത്. അവനത് വായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവൻ്റെ മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ അത് വായിക്കുവാനായിട്ട് സാധ്യമല്ല. ആർക്കും തന്നെ വായിക്കാനായിട്ട് സാധിക്കുക. അതുമാത്രമല്ല, അവൻ്റെ മുഖഭാഗം ആകപ്പാടെ മാറുന്നു, വേർത്ത് വിളിക്കുന്നു, അവൻ്റെ ഏപ്പ് ആടുന്നു, വിചാരങ്ങളാൽ അവൻ പരവശനായിത്തീരുന്നു. അങ്ങനെ വല്ലാത്ത അന്തരീക്ഷമായിത്തീരുന്നു. ദൈവത്തെ ധിക്കരിച്ചതിനാൽ, അപമാനിച്ചതിനാൽ എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്.
അപ്പോഴാണ് രാജ്ഞി അവിടേക്ക് കടന്നു വരുന്നു. 10-ാമത്തെ വാക്യം, രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസ്സരിക്കട്ടെ, തിരുമനസ് കൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയും വരുത്. വിശുദ്ധൻ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ഒക്കെ വിവരിച്ച് പറയുകയാണ്. എന്നിട്ട് ഇവിടെ ദാനിയേലിനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. ദാനിയേലിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ രാജാവ് ഈ കാര്യങ്ങൾ ഒക്കെ ബെൽസസറിനോട് പറയുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ മകനായ ബെൽസസരെ, ഇതൊക്കെയും അറിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ നിൻ്റെ അപ്പനെ പുല്ല് തീറ്റിച്ച കാളയെ പോലെ 7 വർഷം അയച്ചു എന്ന് നീ അറിഞ്ഞിട്ടും ഇങ്ങനെ ചെയ്തോ എന്നുള്ളതായ ചോദ്യമാണ് ദാനിയേൽ ചോദിക്കുന്നത്. അവൻ്റെ മകനായ ബെൽസസരെ, ഇതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമേനിയിലെ ഭാര്യമാരും വെപ്പാട്ടിമാരും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണുവാനും കേൾപ്പാനും അറിവാനും വായിയാത്ത പൊന്ന്, വെള്ളി, താമ്ര, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് കല്ലും മരവും കൊണ്ടുള്ള ജീവനില്ലാത്തതായ, സംസാരിപ്പാൻ കഴിവില്ലാത്തതായ ഊമ വിഗ്രഹങ്ങളെ സ്തുതിച്ചു. അവിടെയാണ് പ്രശ്നം വന്നത്. ഇതാ ഈ ആകപ്പാടെ തകരാറിലായിരിക്കുകയാണ് ഈ മനുഷ്യൻ. കാണുവാനും കേൾപ്പാനും തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചില്ല. ഇത്രയും നാൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നീ ഈ ദൈവത്തെ മഹത്വീകരിച്ചില്ല എന്നുള്ളത് നിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? നിനക്ക് വേണ്ടി ഈ വോളിൽ എഴുതിയിരിക്കുന്ന എഴുത്ത് ഞാൻ വായിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് വായിക്കുകയാണ്. ആ കൈപ്പത്തി 24-ാമത്തെ വാക്യം, ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേ ലുഫാസിയൻ, കാര്യത്തിൻ്റെ അർത്ഥമാണിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിൻ്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഫെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബെൽസസറിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിന് ധൂമ്രവസ്ത്രമൊക്കെ കൊടുത്തു, പാരിതോഷികമൊക്കെ കൊടുത്തു എന്ന് പറയുന്നു. കാരണം ഇത് നല്ലവണ്ണം ഇൻ്റർപ്രറ്റ് ചെയ്തതിനാൽ, ഈ ഭാഷ വായിച്ചതിനാൽ എന്ന് നമുക്ക് കാണുന്നു. ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം നമ്മളെ തൂക്കി നോക്കുമ്പോൾ നമ്മൾ കുറവുള്ളവരായി കാണരുത്. ദൈവം നമ്മെ അറിയിക്കുന്നതായ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക, ആ സത്യങ്ങളെ ഫോളോ ചെയ്യുക, ഒന്നും മറച്ചു വയ്ക്കാതെ അപ്പൻ്റെയും അമ്മയുടെയും വഴികളിൽ തന്നെ നടക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ നടക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണമെന്നാണ് ഈ ബെൽസസറിനെയും ദൈവം പഠിപ്പിച്ചതായ വചനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് 30-ാമത്തെ വാക്യം എന്താണ്? അവൻ ചെയ്തതായ കുറ്റത്തിന് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ, എഴുതിയതായ ആ വിധി പോലെ തന്നെ സംഭവിക്കുകയാണ്. 30-ാമത്തെ വാക്യം, ആ രാത്രിയിൽ തന്നെ കൽദേ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. അപ്പോൾ കൽദേയരുടെ രാജ്യത്വം അവിടെ അവസാനിക്കുകയാണ്. മേദ്യനായ ദാരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. നമ്മൾക്ക് മേദ്യനായ കോരേശിനാണ് കൂടുതൽ പരിചയമുള്ളത്. എന്നാൽ ഇവിടെ കോരേശിൻ്റെ ഒരു അഡ്മിറൽ ആയിരുന്ന, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നതായ ഒരാളെ ഈ രാജ്യത്തേക്ക് അയച്ചു. ഇവിടെ ആ സ്ഥാനം ആദ്യമായിട്ട് എടുക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മേദ്യനായ ദാരിയാവേശ്, മേദ്യ രാജ്യവും പേർഷ്യൻ രാജ്യവും കൂടെ ഒന്നിച്ചു ചേർന്നുള്ളതായ രാജ്യമായിരുന്നു കോരേശ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മേദ്യനായ ദാരിയാവേശാണ് ഈ ഇവിടേക്ക് കടന്നു വന്ന് ആ രാത്രിയിൽ കൽദേ രാജാവായ ബെൽസസറിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ വാതിലുകളൊക്കെ തുറന്നു കിടന്നു, ഓടാമ്പലുകൾ ഒക്കെ എല്ലാം ദൈവം ഇവന് വേണ്ടി തുറന്നു കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ
ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു എന്നാണ് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്നത്. ഇനിയും 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദാര്യാവേശ് രാജ്യഭാരം ഇവിടെ ഏറ്റെടുക്കുകയാണ്. രാജ്യമൊക്കെയും ഭരിക്കണമെന്ന് രാജ്യത്തിന് മേൽ 120 പ്രധാന ദേശാധിപന്മാരെ ആക്കി. എന്നിട്ട് 3 പ്രധാന ദേശാധിപന്മാരെ ആക്കി. അതിൽ ഒരാൾ ദാനിയേലായിരുന്നു എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. ദാനിയേലിനെ കുറിച്ച് ഒരു സാക്ഷ്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശേഷനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായ കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. പലപ്പോഴും ശത്രുക്കൾ കാരണം കണ്ടെത്തുവാൻ അന്വേഷിക്കും. എന്നാൽ അവൻ്റെ ഒരു പ്രാർത്ഥന എന്നുള്ളതായ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് ഒരു കാരണം കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. ഈ ജാതീയ രാജ്യത്ത് വിഗ്രഹങ്ങളെ മാത്രം ആരാധിക്കുന്നതായ ഈ രാജ്യത്ത് ഇതാ ഒരു മനുഷ്യൻ യെരുശലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുവാൻ വേണ്ടി അവർ ഒരു നിയമമുണ്ടാക്കി. എന്നിട്ട് അതാണ് പറയുന്നത്. 7-ാമത്തെ വാക്യം അവിടെ പറയുന്നു: രാജാവെ 30 ദിവസത്തേക്ക് തിരുമോനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹക്കുഴിയിൽ ഗുഹയിൽ ഇട്ടുകളെ എന്നൊരു രാജ നിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായും ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും ചേർന്ന് ഈ ദാനിയേലിനെ കുടുക്കലാക്കുവാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അങ്ങനെ ആ നിയമം പാസ്സാക്കി. കൽദയം നിയമം എന്ന് പറയുന്നത് ഒരു വിധി എഴുതി കഴിഞ്ഞാൽ അത് അഴിക്കുവാനോ മാറ്റുവാനോ സാധ്യമാകുകയില്ല. അങ്ങനെ രാജാവ് ഒരു പ്രശ്നത്തിലായി തീർന്നു. രാജാവിന് ദാനിയേലിനോട് ഇഷ്ടമാണ്. ദാനിയേൽ ഉത്കൃഷ്ട മാനസനാണെന്ന് അവന് അറിയാം. അവനെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് അവനെ കുരുക്കിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് പറയുകയാണ്: നിയമത്തിന് വിരോധമായി അവൻ യെരുശലേമിലോ തിരിഞ്ഞ് പതിപോലെ ഇതാ പ്രാർത്ഥിക്കുന്നു. അവനെ സിംഹക്കുഴിയിൽ ഇട്ടിടണം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ രാജാവിന് നിവൃത്തിയില്ലാതെ ഈ ദാനിയേലിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് സിംഹക്കുഴിയിലേക്ക് ഇതാ ഇടുന്നു. നേരം വെളുത്ത് രാത്രി മുഴുവൻ ദാര്യാവേശ് രാജാവ് ഉറങ്ങാതെ ഇരിക്കുന്നു. രാവിലെ കടന്നു വന്ന് സിംഹത്തിൻ കുഴിയുടെ വാതിൽക്കൽ വന്നിട്ട് പറയുകയാണ്: ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുന്നു. എന്നിട്ട് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു എന്നാണ് ഈ ദാനിയേൽ സാക്ഷ്യം പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതോടുകൂടെ ദാനിയേലിന് വീണ്ടും പ്രൊമോഷൻ കിട്ടുന്നു. ദാനിയേലിനെ അവൻ ഉയർത്തി. അതുമാത്രവുമല്ല, ദാനിയേലിനെതിരായി പ്രവർത്തിച്ചവരെയൊക്കെ സിംഹക്കുഴിയിലേക്ക് ഇടുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു എന്നാണ് കാണുന്നത്. ഒടുവിലത്തെ രാജാക്കന്മാരായ ദാര്യാവേശ് രാജാവിൻ്റെ കാലത്ത് ഈ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. അതിനുശേഷമായിട്ട് കോരേശ് രാജാവ് ഇവിടേക്ക് വന്ന് രാജ്യഭാരം ഏറ്റെടുക്കുന്നു. അവനും കാലത്തും ഈ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഉന്നതമായ സ്ഥാനമൊക്കെ മാറ്റിയിട്ട് അവൻ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വരികയാണ്. പ്രായാധിക്യത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെയും സുഖമായിരിക്കുന്നു. അതുമാത്രവുമല്ല, ഈ വാർദ്ധക്യകാലത്തിൽ വളരെ വിഭിന്നമായ അല്ലെങ്കിൽ വിലപ്പെട്ടതായ ദർശനങ്ങൾ കാണുന്നതായ കാര്യങ്ങളാണ് തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന് മുമ്പായിട്ട് ദാനിയേൽ കണ്ടതായ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ാമത്തെ അധ്യായം നമ്മൾ ദാര്യാവേശ് രാജാവിന് മുമ്പായിട്ടാണല്ലോ ഈ ബെൽഷസ്സറിൻ്റെ സമയമെന്ന് പറയുന്നത്. ബെൽഷസ്സർ എന്ന് പറയുന്നത് കൽദയ രാജാവാണ്. എന്താ പറഞ്ഞാൽ നെബൂഖദ്നേസറിൻ്റെ മകനാണ്. അപ്പോൾ ആ സമയത്തുള്ള ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാമത്തെ അധ്യായം: ബാബേൽ രാജാവായ ബെൽഷസ്സറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അത് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി. അങ്ങനെ സ്വപ്നങ്ങൾ കാണുകയും അങ്ങനെ എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു ദാനിയേൽ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ പ്രവചനങ്ങൾ ഒക്കെ കിട്ടുന്നത്.
ദാനിയേൽ കണ്ടതായ സ്വപ്നമെന്ന് പറയുന്നത് ഈ നെബൂഖദ്നേസർ കണ്ടതായ അബിംബത്തോട് ചേർന്ന് ഉള്ളതായ വിവരങ്ങളെ കാണിക്കുന്നത് ഉറപ്പിക്കുന്നതുമായ ഒരു സ്വപ്നമായിരുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മൂന്നാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകൻ ചിറക് ഉള്ളതും ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനമാണ് അവിടെ നമുക്ക് കാണുന്നത്. രണ്ടാമത്തെ ഈ മൃഗമെന്ന് പറയുന്നത്, ദാനിയേൽ കണ്ടതായ സ്വപ്നത്തിൽ കണ്ടതായ മൃഗമെന്ന് പറയുന്നത്, രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ മൃഗമെന്ന് പറയുന്നത് കരടിയോട് സദൃശമായിരുന്നു. അത് പേർഷ്യയിലെ സൈറസിൻ്റെ രാജ്യത്വത്തെ കുറിക്കുന്നതാണ്, അല്ലെങ്കിൽ മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെ കുറിക്കുന്നതാണ് ആ മൃഗം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വളരെ കഴിവുള്ളതായ ഒരു രാജാവായിരുന്നു ഈ കോരേശ് രാജാവ് എന്ന് പറയുന്ന ആൾ. എന്നിട്ട് അടുത്തതായ മൃഗം എന്ന് പറയുന്നത് മൂന്നാമത്തേത്. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്തെ പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. മൂന്നാമത്തെ മൃഗമെന്ന് പറയുമ്പോൾ പുള്ളിപ്പുലിക്ക് സദൃശ്യം എന്ന് പറയുമ്പോൾ, ഈ എംപയേഴ്സിനെ കുറിച്ച് നമ്മൾ സാമ്രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞു, പിന്നെ മേദ്യ പേർഷ്യൻ രാജ്യം ആയി. അതിന് ശേഷമായിട്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് അലക്സാണ്ടർ എന്ന് പറയുന്നതായ ഗ്രീസ് സാമ്രാജ്യമാണ് ഉടലെടുക്കുന്നത്. അലക്സാണ്ടർ എന്ന് പറയുമ്പോൾ ഈ വളരെ ചിറ്റപ്പുലി പോലെ പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന എല്ലാ സ്ഥലങ്ങളെയും കീഴടക്കിയിട്ട് ഒടുവിലായിട്ട് സമുദ്രത്തിൻ്റെ അടുക്കേക്ക് വന്നിട്ട് പറയുകയാണ്, സമുദ്രമേ, നീ ഒരു ലാൻഡായിരുന്നെങ്കിൽ, ഒരു രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് പറഞ്ഞതായ ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ രാജാവ്. എന്നാൽ തൻ്റെ മധ്യവയസ്സിൽ വെച്ച് താൻ മരിച്ചതായിട്ടാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏകദേശം 35 വയസ്സുള്ളപ്പോൾ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ താൻ ന്യൂമോണിയ പിടിക്കുകയും അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷമായിട്ട് തൻ്റെ അഡ്മിറൽസായിട്ടുള്ളതായ 4 പേര് ഈ സാമ്രാജ്യം വിഭാഗിച്ച് എടുത്തു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 4 ചിറക് ഉണ്ടായിരുന്നു എന്ന്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകവും ദാനിയേലും കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഒന്നുകൂടെ കൺഫേം ചെയ്ത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് അടുത്തുള്ളതായ മൃഗമെന്ന് പറയുന്നത്, പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് അത് വ്യത്യസ്തത ഉള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ, ഈ ഗ്രീസ് സാമ്രാജ്യം ഒടുവിലായിട്ട് റോമൻ സാമ്രാജ്യത്താൽ പിടിച്ച് അടക്കപ്പെടുകയും റോമൻ സാമ്രാജ്യം വലിയ സാമ്രാജ്യമായിട്ട് തീരുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് ഈ റോമൻ സാമ്രാജ്യമാണ് ഉണ്ടായിരുന്നത്. റോമൻ ചക്രവർത്തിമാരൊക്കെയാണ് ഇവിടം ഭരിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുമല്ലോ. എന്നിട്ട് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാ 8ാമത്തെ വാക്യം നമ്മൾ കാണുമ്പോൾ, ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ആ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിക്കുന്നതായ ആ ഒരു കൊമ്പിനെയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 9ാമത്തെ വാക്യം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി 1000 പേർ അവൻ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു.
വിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്ക് കാലത്തേക്കും നീണ്ടു നിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളിൽ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ഞാൻ അരികെ നിൽക്കുന്ന ഒരുത്തൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഈ എല്ലാത്തിൻ്റെയും സാരം ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ സാരം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് അടുത്ത നമുക്ക് വായിക്കുന്നതായ വിവരങ്ങൾ. ഇതിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ പറയുകയാണ്. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ചെന്നേക്കും ഭൂമിയിൽ വസിക്കും എന്നുള്ളതായ എൻ്റെ ആൻസർ ഇൻ്റർപ്രിട്ടേഷൻ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ സാമ്രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ബാബിലോൺ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം എന്നിട്ട് ഉള്ളതായ ഇന്നത്തെ കാലം, അതിനുശേഷമായിട്ട് ദൈവത്തിൻ്റെ സാമ്രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കും, അല്ലെങ്കിൽ രാജ്യം സ്ഥാപിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ നമ്മൾക്ക് കാണുന്നത് 13-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. പഴയ നിയമത്തിൽ മനുഷ്യപുത്രനെ അല്ലെങ്കിൽ യേശുവിനെ കണ്ടതായ ഒരു പ്രവാചകനാണ് ഈ ദാനിയേൽ എന്ന് പറയുന്നത്. ഇത് 13-ാമത്തെ വാക്യം 7-ാം അധ്യായത്തിൻ്റെ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്ത് വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അപ്പോൾ ഒടുവിലായി വരുന്നതായ രാജ്യത്വം അല്ലെങ്കിൽ സാമ്രാജ്യം ഏതാണ്? ദൈവത്തിൻ്റെ സാമ്രാജ്യമാണ്, ദൈവത്തിൻ്റെ രാജ്യത്വമാണ്, എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളതായ ആ ദർശനമാണ് ദാനിയേലിന് ദൈവം കൊടുത്തത്, അവനെ ഉറപ്പിച്ചത്, അവൻ്റെ വാർദ്ധക്യ സമയങ്ങൾ അവന് ഈ ദർശനം കൊടുത്ത് വലിയ ഒരു പ്രവാചകനാക്കി അവനെ നിർത്തി എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ സമയം ഇത്രയുമായതുകൊണ്ട് ഞാൻ ഈ നമ്മളുടെ ഇന്നത്തെ 41-ാമത്തെ പാഠം ദാനിയേലിൻ്റെ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ദാനിയേലിൻ്റെ പാർട്ട് 2 42-ാമത്തെ ലെസൺ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടെ ഈ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക, ധ്യാനിക്കുകയും ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾക്ക് പല ലൈഫ് ലെസൺസും പഠിക്കുവാനായിട്ടുണ്ട്. മറ്റുള്ളവർക്കും ഷെയർ ചെയ്താൽ ഇത് അനുഗ്രഹമായി തീരും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.